ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 155 തുടങ്ങി 162 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വിഷയം എന്തായിരുന്നു? അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഉപദേശമായിരുന്നു അല്ലെ. നിങ്ങൾ സംസാരത്തിൽ മോശപ്പെട്ട വാക്കുകളൊന്നും പറയരുത്, മാന്യമല്ലാത്ത വാക്കുകൾ സംസാരത്തിൽ ഉപയോഗിക്കരുത്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യഭിചാര ആരോപണം എന്ന് പറയുന്ന കാര്യം 7 വൻപാപങ്ങളിൽ അള്ളാഹു പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വ്യഭിചാരത്തെ അള്ളാഹു 7 വൻപാപങ്ങളിൽ പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും വ്യഭിചാരം നല്ല കാര്യമാണെന്നല്ല പറഞ്ഞത്. അതിനേലും ഗൗരവമേറിയ കാര്യമാണ് അത് വായ കൊണ്ട് പറഞ്ഞു പരത്തല്. ഒരാളെ കുറിച്ച് അത് ഉള്ളതാണെങ്കിൽ കൂടിയിട്ടും 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യഭിചാരാരോപണം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് അള്ളാഹു സൂറത്ത് നൂറിൽ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഏതൊരു കാര്യമാവട്ടെ, ഒരു മോശപ്പെട്ട കാര്യം നടന്നാലും അത് നമ്മൾ പരസ്യമാക്കി അതിനെ നാട്ടില് അതൊരു സാധാരണ കാര്യമായി മാറ്റി അതിന്റെ ഒരു ഗൗരവത്തെ ഇല്ലാണ്ടാക്കരുത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സംസാരം വളരെ സൂക്ഷിച്ചായിരിക്കണം. ഒരാളുടെ സംസാരം കേട്ടാൽ അറിയാം നമുക്ക് അയാളുടെ ഒരു ക്വാളിറ്റി എന്താണല്ലേ. അപ്പോ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നീട് അള്ളാഹു ആരാണ് കാഫിർ എന്ന് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ബനു ഇസ്രായേലിലേക്കാണ് പോണത്. അള്ളാഹു അവരുടെ ധിക്കാരങ്ങളെ കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ഈ വേദക്കാര് വന്നിട്ട്, നബീനെ പ്രവാചകനായി അംഗീകരിക്കണമെങ്കിൽ ഇവർക്ക് ആകാശത്തുനിന്ന് ഒരു വേദഗ്രന്ഥം കൊണ്ടുവരണം, ഗ്രന്ഥരൂപത്തിൽ കൊണ്ടുവരണം, അതിൽ എഴുതിയിട്ടുണ്ടാവണം നീ ഒരു പ്രവാചകനാണെന്ന് എഴുതിയിട്ടുണ്ടാവണം എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ വന്ന് പറയണത്. അപ്പൊ അള്ളാഹു ഇവിടെ പറയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇവർ ഇതിനേലും വലിയ കാര്യമൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരാണിത്. എന്നാൽ അവരെന്താന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്? ഞങ്ങൾക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ അവരെ മേത്ത് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ഒരു ഇടുത്തി അവരെ മേത്ത് കൊണ്ടുവന്നു. അങ്ങനെ അവരെല്ലാവരും മരണപ്പെട്ടു പോയി എന്നുകൊണ്ട് പിന്നെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അല്ല, അവര് ബോധം കെട്ടുപോയി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ശിക്ഷ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അത് ക്ഷമിച്ച് പിന്നെയും അവർക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കുക ചെയ്തത്. പിന്നെയും അവര് ചെയ്ത കുരുത്തക്കേടുകളൊക്കെയാണ് അള്ളാഹുവിടെ പറഞ്ഞു തന്നത് അല്ലെ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളാണ്. അവര് വ്യക്തമായി അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അള്ളാഹുവിന്റെ സഹായം അവർക്ക് കിട്ടിയത്. അങ്ങനെ കടല് പിളർന്ന് ഇവർക്ക് വേണ്ടി നല്ല ഉണങ്ങിയ ഒരു പാതയൊക്കെ അള്ളാഹു കൊടുത്തു. ഇവര് രക്ഷപ്പെട്ടു, അടുത്ത രാജ്യത്തേക്ക് കടന്നു. ഫിരൗനും സംഘവും അപ്പോ മുങ്ങി മരിക്കുന്നൊക്കെ ഇവര് നേരിട്ട് കണ്ടിട്ട് പിന്നെ ഇവരെന്താ ചെയ്തത്? സാമിരി എന്ന് പറഞ്ഞ ഒരാൾ ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, മുക്രയുടെ ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയപ്പോ അവരതിനെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് ദൈവം എന്നും പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. എന്നിട്ടും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. പിന്നെ അള്ളാഹു ഓർമ്മിപ്പിച്ചു. പിന്നെ ഒരു സംഭവം, അവർക്ക് തൗറാത്ത് കൊടുത്തിട്ട് തൗറാത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ, ഈ തൂർ പർവ്വതത്തെ അള്ളാഹു ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവരിൽ നിന്ന് കരാറ് വാങ്ങിയത്. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അവര് ആ കരാറിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവര് ഈ കരാറൊക്കെ ലംഘിച്ചു കളഞ്ഞു എന്നാണ് അള്ളാഹു പറയണത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇനി ഈ ഒരു പേജിലും വരണത്. അപ്പൊ നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരുന്നത് ഇവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇവരെന്താ ചെയ്തത്? അള്ളാഹുവുമായിട്ട് കരാർ ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിച്ചു. പിന്നെന്താ, അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ചു. അതും പോരാഞ്ഞിട്ട് ഈ അള്ളാഹുവിന്റെ ആയത്തുകളുമായി വന്ന പ്രവാചകന്മാരെയൊക്കെ കുറെ പ്രവാചകന്മാർ ഇവര് വധിച്ചു കളഞ്ഞിട്ടുണ്ട്, യാതൊരു ന്യായവും ഇല്ലാണ്ട്. എന്നിട്ട് ഇവര് പറയുകയും ചെയ്യും, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഉറയിടപ്പെട്ടാണ് അല്ലെങ്കിൽ മൂടപ്പെട്ടതാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇനി പുതിയതൊന്നും കയറൂല, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് അവരുടെ പ്രവാചകൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി പുതിയതായിട്ടൊന്നും കയറൂല എന്നാണ് ഇവര് പറയണത്. അത് ഭദ്രമായി കെട്ടിയടച്ചു വെച്ചിരിക്കുകയാണ്. അവരെ മനസ്സിലുള്ള നല്ല കാര്യങ്ങളാണ്, ഇനി പുതുതൊന്നും കയറൂല എന്നാണ് അവര് പറയണത്. പക്ഷെ അപ്പൊ അള്ളാഹു പറയാണ്,
അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചതാണ്. അവരുടെ ഈ തോന്നിവാസം കാരണം അള്ളാഹു മുദ്ര വെച്ചത് കൊണ്ടാണ് അവരുടെ ഉള്ളിലേക്കൊന്നും കയറാത്തത്. അവരിലധികം ആളുകളും വിശ്വസിക്കൂല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നോക്കാം, ഫബിമാ നഖ്ലിഹിം, അവരുടെ ലംഘനം കൊണ്ട്. അവര് എന്താണ് ലംഘിച്ചത്? അവര് മീസാഖഹും, അവരുടെ ഉറപ്പ്. അള്ളാഹുവിന് നമ്മൾ തൂർ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചൊരു ഉറപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അല്ലെ, ആ ഉറപ്പിനെയൊക്കെ അവര് ലംഘിച്ചു. വകുഫ്രിഹിം, അവരെ അവിശ്വസിച്ചു. എന്തിലാണ് അവിശ്വസിച്ചത്? ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തുകളിൽ. അപ്പൊ അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവർ അവിശ്വസിച്ചു, അള്ളാഹുമായി ഉറപ്പിച്ച കരാറിനെ അവർ ലംഘിച്ചു. പിന്നെ അവർ ചെയ്തെന്താ? വഖത്ലിഹിമുൽ അംബിയാ, പ്രവാചകന്മാരെ അവര് കൊന്നുകളഞ്ഞു. കത്തലാന്ന് വെച്ചാൽ കൊന്നു, അവര് കൊന്നുകളഞ്ഞു. ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു ന്യായവും ഇല്ലാണ്ടാണ് ഈ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞത്. പ്രവാചകന്മാർ ഇവർക്ക് ഏറ്റവും നല്ല ഉപദേശങ്ങളുമായിട്ടാണ് വന്നത്. അപ്പൊ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവര് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. അപ്പൊ കൗലിഹിം, എന്നിട്ട് അവര് പറയാണ് ചെയ്യണം. കൗല് എന്താ? വാക്ക്. അവരുടെ വാക്കാണ് എന്തെന്ന്? കുലൂബുന ഗുൽഫ്, കൽബ് ഹൃദയം, കുലൂബ് ഹൃദയങ്ങൾ അല്ലെ. കുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഗുൽഫ്, ഉറയിടപ്പെട്ടതാണ് അല്ലെങ്കിൽ മൂടപ്പെട്ടതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ബൽ, പക്ഷേ അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു അലിഹ, അവയ്ക്ക്. ഏതിന്? ഹൃദയങ്ങൾക്ക്, അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുദ്ര വെച്ചത്? ബി കുഫ്രിഹിം, അവരുടെ കുഫ്ർ കൊണ്ട്, അവിശ്വാസം കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. ഫലാ യുഅ്മിനൂന, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇല്ലാ ഖലീല, അല്പമല്ലാതെ ആളുകള് ഇതിൽ നിന്നും സത്യവിശ്വാസത്തിലേക്ക് വരൂല എന്നാണ് അള്ളാഹു പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പോലും നേരിട്ട് പ്രവാചകനെ കാണാൻ അവസരം ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അവരുടെ വേദഗ്രന്ഥത്തിൽ തൗറാത്തിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ കുറിച്ചിട്ട്. എന്നിട്ടൊന്നും അവർ വിശ്വസിച്ചില്ല. വളരെ ചുരുക്കം ആളുകൾ, ഇപ്പൊ അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ദീനിലോട്ട് വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചത്. അപ്പൊ അതിന് കാരണം എന്താ? അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ മുദ്ര വെച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ കുഫർ കാരണമാണ് വെച്ചത് എന്ന് അള്ളാഹു പറഞ്ഞു. അല്ലാണ്ട് വെറുതെ അള്ളാഹുവിന് ഇഷ്ടമില്ല അവര് അങ്ങോട്ട് നേരെ മുദ്ര വെക്കുകയല്ല. അള്ളാഹു അവരുടെ പ്രവർത്തി കൊണ്ട്, വളരെ മോശം പ്രവർത്തി കാരണം അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചതാണെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. പിന്നെ അവര് ഒരുപാട് പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യഹ്യാ നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ രാജാവ് എന്താ, നർത്തകിക്ക് സമ്മാനം കൊടുക്കുക ചെയ്ത, തല വെട്ടിയിട്ട് താലത്തിൽ വെച്ച് സമ്മാനം കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മെഹ്റാബിലിട്ട് കല്ലെറിഞ്ഞു കൊല്ലുക ചെയ്ത്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ ഇവര് യാതൊരു ന്യായവും ഇല്ലാണ്ട് വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് അള്ളാഹുവിന്റെ ശാപം ഇവർക്ക് കിട്ടാനുള്ള കാരണം. ഇനി അടുത്ത ആയത്തിൽ പറയാണ് അള്ളാഹു എന്താ, ഇത് മാത്രമല്ല അവര് ചെയ്തിട്ടുള്ളത്. അവര് മറിയം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഒരു വമ്പിച്ച കള്ളാരോപണമാണ് ഉണ്ടാക്കിയത്. മറിയം അലൈഹി ഇസ്ലാം സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ സംരക്ഷണത്തില് ബൈത്തുൽ മുഖദ്ദസിൽ താമസിച്ചു വരികയായിരുന്നു. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ അള്ളാഹു മറിയം അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സൂറത്ത് ആൽ ഇമ്രാനിൽ പഠിച്ചതാണ് അല്ലെ. എന്നിട്ട് ഗർഭിണിയായ സമയത്ത് ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഹേ ഹാറൂന്റെ സഹോദരി, നീ ഇത്ര മോശപ്പെട്ട സ്ത്രീയാണോ? നിന്റെ മാതാവ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഒരു കുട്ടിയുമായി വരുമ്പോ അല്ലെ. എന്നിട്ട് എന്താണ്, അവർക്ക് അവിടെ വ്യക്തമായ തെളിവ് കാണിച്ചു കൊടുത്തു. മറിയം അലൈഹി ഇസ്ലാം അപ്പൊ പറഞ്ഞു ഞാൻ മൗനവ്രതത്തിലാണ്, എന്നിട്ട് കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത തൊട്ടിയിലോട്ട്. അപ്പൊ തൊട്ടിയിൽ കിടക്കുന്ന ആ കുട്ടി സംസാരിച്ചു, എന്താ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് മറിയത്തില് വിശദമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഈ തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുട്ടി സംസാരിക്കുമ്പോ തന്നെ അവർക്ക് അറിഞ്ഞൂടെ സാധാരണ ഒരു കുട്ടിയല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നാണ് പറഞ്ഞത്. എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്, എന്റെ ഉമ്മാക്ക് നന്മ ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, നമസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കുവാനും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് രണ്ടും നിർവഹിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ആ കുഞ്ഞു കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചത്. ഈ മറിയം അലൈഹി സ്വലാം ആരാണ്? ഇസ്രായേലിയർക്കിടയിൽ ഏറ്റവും ബഹുമാനം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അല്ലെ. ഇമ്രാന്റെ പുത്രിയാണ് മറിയം അലൈഹി സ്വലാം. അങ്ങനെ ഈ കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഇവരതിൽ വിശ്വസിച്ചു, കുറച്ച് ബഹുമാനിച്ചൊക്കെ പോന്നു. പിന്നീട് ഇവരുടെ ദുർനടപടികളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം രംഗത്ത് വരുമ്പോഴാണ് ഇവര് പിന്നെയും പഴയ കള്ളാരോപണം വിളിച്ചു പറയണത്. മറിയം അലൈഹി സ്വലാമിന് എതിരെ വീണ്ടും ഇവര് കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ബുഹ്താനൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഏറ്റവും വലിയ കള്ളാരോപണമാണ് ഇവര് മറിയം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതെന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നോക്കാം, വബികുഫ്രിഹിം,
കുഫ്ർ എന്താണ്? അവിശ്വാസം. അവരുടെ അവിശ്വാസം കൊണ്ടും വഖൗലിഹിം അവരുടെ വാക്കുകൊണ്ടും അവർ പറഞ്ഞത് എന്താണ്? അലാ മറിയം, മറിയം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ബുഹ്താനൻ അലീമ, വമ്പിച്ച കള്ളാരോപണം. അവർക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട് ഇത് എന്താ ഒരു അത്ഭുത ബാലനാണ്, തൊട്ടിയിൽ കിടന്ന് സംസാരിച്ച ബാലനാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അവരത് അംഗീകരിച്ചു. പിന്നീട് ഇവരുടെ തോന്നിവാസങ്ങളെയൊക്കെ ആക്ഷേപിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവര് വീണ്ടും ആ കള്ളാരോപണവുമായി മുന്നോട്ട് വരുന്നത്. ഇത് മാത്രമല്ല, പിന്നെ അവരെന്താ പറഞ്ഞത്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്നു കളഞ്ഞു എന്ന് അവര് പറയുന്നുണ്ട് അല്ലെ? അള്ളാഹു ഇപ്പൊ ഖുർആനിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവര് കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല, പക്ഷെ അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇതിന്റെ വിശദമായ വിവരം നമ്മൾ സൂറത്ത് ആൽ ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇവര് ക്രൂശിക്കാൻ കൊണ്ടുപോയത്, ആള് മാറിപ്പോയത് എങ്ങനെയാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു ഇവിടെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യണത്. ആയത്ത് നോക്കാം. വഖൗലിഹിം അവരുടെ വാക്ക്, ഇന്നാ ഖതൽന നിശ്ചയമായും ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അൽ മസീഹ മസീഹിനെ, ഈസ ഇബ്ന മറിയം മറിയമിന്റെ പുത്രനായ മസീഹായ ഈസാ അലൈഹി ഇസ്ലാമിനെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവരുടെ വാക്ക്. റസൂലല്ലാഹി അള്ളാഹുവിന്റെ റസൂലായ. ഇവിടെ അള്ളാഹുവിന്റെ റസൂലായ എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരത് റസൂലാണെന്ന് വിശ്വസിച്ചിട്ടാണോ? അല്ല, അവർ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വാദിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഞങ്ങൾ കൊന്നിട്ടുണ്ടെന്ന് അവര് ഭയങ്കര വീമ്പിളക്കിയാണ് പറയണത്. അപ്പൊ അള്ളാഹു പറയാണ്, വമാ ഖതലൂഹു അവര് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല, വമാ സ്വലബൂഹു അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല. അവർ കുരിശിലേറ്റിന്നാണ് പറയണത് അല്ലെ? കുരിശിലേറ്റിയിട്ടുമില്ല, അവര് കൊന്നു കളഞ്ഞിട്ടുമില്ല. വലാക്കിൻ പക്ഷേ ശുബ്ബിഹലഹും അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആരെയാണ് കുരിശിലേറ്റിയത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. എന്താ അവിടെ സംഭവം നടന്നേക്കണേന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അള്ളാഹു പറയണത്. നമ്മളത് വളരെ വിശദമായിട്ട് സൂറത്ത് ആൽ ഇമ്രാനിൽ പഠിച്ചതാണ് അല്ലെ? പല അഭിപ്രായങ്ങളുണ്ട്, ആ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു. അപ്പൊ അവിടെ അള്ളാഹു പറഞ്ഞു അവർക്ക് ആളെ തിരിച്ചറിയാണ്ട് പോയതാണ്. ഇന്നല്ലദീന യാതൊരു കൂട്ടർ ഇഖ്തലഫു അവർ ഭിന്നാഭിപ്രായത്തിലായി ഫീഹി അദ്ദേഹത്തിന്റെ വിഷയത്തിൽ, ലഫീ ശഖ്ഖിൻ മിൻഹു അവര് ഇപ്പോഴും അദ്ദേഹത്തെ പറ്റി സംശയത്തിലാണ്. ഈ ഭിന്നാഭിപ്രായത്തിലായി എന്ന് പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കാണ്ട് ഭിന്നിച്ചു പോയ ആളുകൾ. അവരെന്താണ്? അവരിപ്പോഴും സംശയത്തിൽ തന്നെയാണ്. എന്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് പറ്റിയതെന്ന് അവർക്ക് കൃത്യമായി ഇപ്പോഴും അറിയില്ല എന്നാണ് അള്ളാഹു പറയണത്. മാലഹും അവർക്കില്ല, ബിഹി അദ്ദേഹത്തെ കുറിച്ച്, മിൻ ഇൽമിൻ ഒരു അറിവുമില്ല, ഇല്ലത്തിബ അള്ളോൻ അവര് ഊഹത്തെ പിൻപറ്റുകയല്ലാതെ അവർക്ക് കൃത്യമായ ഒരു അറിവില്ല എന്നാണ് പറയണത്. വമാ ഖതലൂഹു അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, യഖീന ഉറപ്പായിട്ടും. അള്ളാഹു വീണ്ടും അവിടെ ഉറപ്പിച്ചു പറയാണ് അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്ത ആയത്തിൽ പറഞ്ഞു എന്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് അപ്പൊ സംഭവിച്ചത്? അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹു. പിന്നെ എവിടെ പോയി ഈസാ നബി അലൈഹി ഇസ്ലാം? എന്ന് വെച്ചാൽ എന്താ? ഉയർത്തി. ബൽ പക്ഷേ ഉയർത്തിഹു അദ്ദേഹത്തെ അള്ളാഹു ഇലേഹി അവങ്കലേക്ക്. അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു ആകുന്നു അസീസൻ പ്രതാപശാലിയാകുന്നു, ഹക്കീമ അഗാധജ്ഞനുമാകുന്നു. അപ്പൊ ഇത്രയും ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവര് കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല, പക്ഷെ അള്ളാഹു ആകാശ ലോകത്തേക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അവർക്ക് ഈ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു അറിവില്ല. അവര് ഊഹത്തെ പിൻപറ്റുകയാണ്. അതാണ് ഇപ്പോഴും അവരുടെ ഇടയിൽ ഭിന്നാഭിപ്രായമാണ് ഈ ഭേദക്കാരുടെ ഇടയിൽ അല്ലേ? ഈസാ നബി അലൈഹി സ്വലാമിനെ ചിലവര് പറയും ക്രൂശിച്ചു കഴിഞ്ഞിട്ട് മരണപ്പെട്ടിട്ടുണ്ടായില്ല, ജീവൻ പോയിണ്ടായില്ല, അങ്ങനെ ഉയർത്തപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ല, അങ്ങനെ ക്രൂശിച്ചു മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി അല്ല, അള്ളാഹു ഉയർത്തി എന്ന് പറയുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സത്യം ഇതാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലോട്ട് ഇനി വരും, ലോകാവസാനത്തിന് മുന്നായിട്ട് വരും. എന്നിട്ട് മസീഹുദ് ദജ്ജാലിനെ വധിച്ചു കളയും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഈ വേദക്കാര് ഈസാ നബി അലൈഹി സ്വലാമില് വിശ്വസിക്കാണ്ട് മരണപ്പെടുകയില്ല എന്നാണ് പറയണത്. അവര് ഇപ്പൊ പറയണത് എന്താണ്? ഈസാ നബി അലൈഹി സ്വലാം ദൈവമാണെന്ന് പറയണവരുണ്ട്, ദൈവപുത്രനാണെന്ന് പറയണവരുണ്ട് അല്ലെ? അല്ല, മൂന്നും കൂടിയതാണെന്ന് പറയണവരൊക്കെ ഉണ്ട്. പക്ഷെ ആരാണ് ഈസാ നബി അലൈഹി സ്വലാം? ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദൗത്യം എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാണ്ട് ഈ അഹ്ലുൽ കിതാബുകാര് കിടന്ന് മരണപ്പെട്ടു പോകില്ല എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. وَإِن مِّنْ أَهْلِ الْكِتَابِ إِلَّا لَيُؤْمِنَنَّ بِهِ قَبْلَ مَوْتِهِ وَيَوْمَ الْقِيَامَةِ يَكُونُ عَلَيْهِمْ شَهِيدًا. وَإِن مِّنْ أَهْلِ الْكِتَابِ
അഹ്ലിൽ കിതാബുകാരിൽ നിന്ന് ആരുമില്ല. ഇല്ലാ ലയുമിനന്ന, തീർച്ചയായും വിശ്വസിക്കാതെ, ബിഹി അദ്ദേഹത്തിൽ, അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കാതെ ഒരാളും ആവുകയില്ല. ഖബല മൗത്തി, അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് എന്ന് വെച്ചാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വന്നിട്ട് മരണപ്പെടുന്നതിന് മുമ്പ് വേദക്കാർക്ക് മനസ്സിലാവും ഈസാ നബി ആരായിരുന്നു, ദൈവമാണോ, ദൈവപുത്രനാണോ, പ്രവാചകനാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും എന്നാണ് അള്ളാഹു പറയണത്. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. പിന്നെ പറയണത് ഏതൊരു വേദക്കാരനും അയാള് മരണപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് മനസ്സിലാവും ഈസാ നബി അലൈഹി സ്വലാം ആരായിരുന്നു എന്ന്. അങ്ങനെയും അഭിപ്രായമുണ്ട്. അപ്പൊ എന്താണേലും അഹ്ലുൽ കിതാബുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കും അള്ളാഹു ഈ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാം ആരായിരുന്നു എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഒരു മനസ്സിലാവൽ കൊണ്ട് അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ അവൻ മരിക്കുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലായി അല്ലെ, പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, മൂസായുടെയും ഹാറൂന്റെയും ദൈവത്തിൽ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ വിശ്വാസം പ്രയോജനപ്പെടുവോ? ഇല്ല. മരണം തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയില്ല. അതുപോലെ ആയിരിക്കാം ഈ അഹ്ലുൽ കിതാബുകാരുടെ കാര്യവും പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഖിയാമത്ത് നാളില് അവർക്ക് അവരുടെ മേൽ സാക്ഷിയായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം വരുന്നു. ഈ ജനങ്ങളുടെ സാക്ഷിയായിട്ട്, ഈ അഹ്ലുൽ കിതാബുകാർക്ക് സാക്ഷിയായിട്ട് ഈസാ നബി അലൈഹി സ്വലാം വരും. ഓരോ സമുദായത്തിനും സാക്ഷിയായിക്കൊണ്ട് അവരിലേക്ക് വന്ന പ്രവാചകനെ കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ ഈ സൂറത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യക്കൂനു അദ്ദേഹം ആയിരിക്കും, അലൈഹിം അവരുടെ മേൽ ഷഹീദ സാക്ഷിയായിരിക്കും. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഈ യഹൂദികളുടെ ലുൽമ കാരണം, അക്രമം കാരണം അവർക്ക് അള്ളാഹു നല്ല ചില വസ്തുക്കളെയൊക്കെ ഹറാമാക്കി. മുമ്പ് അനുവദനീയമാക്കപ്പെട്ട നല്ല വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ അക്രമം കാരണവും ഇവര് ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതൊക്കെ കാരണമാണ് അള്ളാഹു ഈ നല്ല വസ്തുക്കളെ ഇവർക്ക് ഹറാമാക്കിയത് എന്നാണ് അടുത്ത ആയത്തില് പറയണത്. ആയത്ത് ഫബിലുൽമിൻ, ഫ അങ്ങനെ, ബി കൊണ്ട്, ലുൽമ് അക്രമം, അങ്ങനെ അവരുടെ അക്രമം കൊണ്ട്, മിനല്ലദീന ഹാദു യഹൂദികളായവരുടെ, ഹറംന നാം ഹറാമാക്കി, അലൈഹിം അവരുടെ മേൽ, ത്വയ്യിബാത്ത് എന്താ ത്വയ്യിബാത്ത്, നല്ല വസ്തുക്കൾ, വിശിഷ്ടമായ വസ്തുക്കളെ, ഉഹില്ലത് ലഹും അവർക്ക് അനുവദനീയമാക്കപ്പെട്ട, മുൻപ് അവർക്ക് അനുവദനീയമായിരുന്ന നല്ല വസ്തുക്കളെ അള്ളാഹു ഹറാമാക്കി. വബിസ്വദ്ദിഹിം, സ്വദ്ദാന്റെ എന്താ, തടുത്തു അല്ലെങ്കിൽ തിരിച്ചു വിട്ടു എന്നൊക്കെ അർത്ഥം. വബിസ്വദ്ദിഹിം അൻ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവര് തടുത്തത് കൊണ്ടും, കസീറ ഒരുപാട് ആളുകളെ. അപ്പൊ ഇവരുടെ അക്രമം, ഈ അക്രമം കാണിക്കൽ കാരണം കൊണ്ടും പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വരണ ആളുകളെയൊക്കെ അതിൽ നിന്ന് തിരിച്ചു വിടുന്നത് കൊണ്ടും ഒക്കെ അവർക്ക് ഹലാലായിരുന്ന നല്ല വസ്തുക്കളെയൊക്കെ അള്ളാഹു ഹറാമാക്കി കളഞ്ഞു. പിന്നെന്താ അവർ ചെയ്തത്? അവർ പലിശ വാങ്ങിക്കാറുണ്ടായിരുന്നു. അത് അവരോട് വിരോധിക്കപ്പെട്ട കാര്യമായിരുന്നു. പക്ഷെ എന്നാലും അവരത് വാങ്ങിക്കാറുണ്ട്. മറ്റുള്ള ആളുകളുടെ സ്വത്ത് അന്യായമായി തിന്നാറുണ്ട്. അതൊക്കെയാണ് ഇവര് ചെയ്യണ അക്രമങ്ങൾ. അപ്പൊ പറയാണ് അല്ലാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. ആയത്ത് ഇങ്ങനെയാണ്: وأخذهم الربا وقد نهوا عنه وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما. വഅഖ്ദിഹിം, അഖദ എന്ന് വെച്ചാൽ വാങ്ങി, പിടിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വാങ്ങി, അവര് വാങ്ങിക്കാറുണ്ടായിരുന്നു റിബ, പലിശ. വഖദ് നുഹു, അവർക്കത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അൻഹു, അതിനെപ്പറ്റി, ആ പലിശയെ പറ്റി അവർക്ക് നേരത്തെ തന്നെ വിരോധിക്കപ്പെട്ടിട്ടുള്ള സാധനമാണ്, എന്നിട്ട് അവരത് വാങ്ങിക്കാറുണ്ടായിരുന്നു. വഅഖ്ലിഹിം, അവർ തിന്നുന്നതും, അംവാലന്നാസി ജനങ്ങളുടെ സ്വത്തുക്കൾ, ബിൽ ബാത്തിൽ അന്യായമായി, ഒരു സാമർത്ഥ്യം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ന്യായം ഇല്ലാണ്ടോ ഒക്കെ മറ്റുള്ളവരുടെ സ്വത്ത് അവര് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാം ഒരുക്കിയിരിക്കുന്നു ലിൽ കാഫിരീന അവിശ്വാസികൾക്ക്, മിൻഹും അവരിൽ നിന്നും, അദാബൻ അലീമ വേദനയേറിയ ശിക്ഷ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് എന്തിനാണ്? നമ്മളും അതുപോലെ ചെയ്യരുതെന്നല്ലേ. പലിശ നമുക്കും വിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ധനം അന്യായമായി തിന്നരുത്. ഇതൊക്കെ നമ്മളോട് മുമ്പ് ബക്കറയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്ന നിയമങ്ങൾ. അവരതൊക്കെ തെറ്റിച്ചത് കൊണ്ടാണ് അള്ളാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഈ യഹൂദികൾ എല്ലാവരും അല്ലെങ്കിൽ വേദക്കാരെല്ലാവരും ഇങ്ങനെ മോശപ്പെട്ട ആളുകളാണോ, ദുൽമ ചെയ്യുന്ന ആളുകളാണോ? അല്ല.
അത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് തന്നെയാണ് അടുത്ത ആയത്തിലും അള്ളാഹു പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലാക്കിൻ എങ്കിലും റാസിഖൂന, റാസിഖ് എന്ന് വെച്ചാൽ അടിയുറച്ചവർ, ഫിൽ ഇൽമി അറിവിൽ, മിൻഹും അവരിൽ നിന്നും, അപ്പൊ ഈ വേദക്കാരിൽ നിന്നും അറിവില് അടിയുറച്ചവർ, വൽ മുഅ്മിനൂന വിശ്വാസികളും, യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക നിനക്ക് ഇറക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നതാണ്. ആരാണ് ഇവിടെ ഇലൈക എന്ന് പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കും. അത് മാത്രമല്ല വമാ ഉൻസില മിൻ ഖബ്ലിക നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും, അതായത് ഈ വേദക്കാർക്ക് ലഭിച്ച അവരുടെ വേദഗ്രന്ഥത്തിലും അതിനുശേഷം വന്ന ഈ ഖുർആനിലും അവരെ വിശ്വസിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. വൽ മുഖീമീന സ്വലാഹ് അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ്. വൽ മുത്തൂന സക്കാത്ത് കൊടുക്കുന്നവരാണ്. വൽ മുഅ്മിനൂന ബില്ലാഹ് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. ഉലൈക അക്കൂട്ടർ സനുതീഹിം അവർക്ക് വഴിയെ നാം കൊടുക്കും, അജ്റൻ അലീമ വമ്പിച്ച പ്രതിഫലം ഞാൻ കൊടുക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ വേദക്കാരെല്ലാവരും എന്താ അക്രമം പ്രവർത്തിച്ച ആളുകളല്ല, അവരിൽ നല്ല ആളുകളുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ്? അറിവിൽ അടിയുറച്ചവർ എന്നാണ് അള്ളാഹു പറഞ്ഞില്ലേ. അവർക്ക് അറിവുണ്ട്, അവരുടെ വേദഗ്രന്ഥത്തിൽ കൃത്യമായ അറിവുണ്ട്. അപ്പൊ ആ വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അടുത്ത വരുന്ന പ്രവാചകനെ പറ്റിയും അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ കൃത്യമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇനി വരണ പ്രവാചകനിൽ വിശ്വസിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാവൂല. അപ്പൊ അവരെന്തൊക്കെ ചെയ്യും? അവർക്ക് കിട്ടിയ വേദഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കും, അതിനുശേഷം വന്ന ഖുർആനിൽ അവർ വിശ്വസിക്കും, അവർ നമസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അവർ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. അപ്പൊ ഈ ഒരു ഭാഗം ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു ഭാഗം പറയണത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഈ ഇസ്രായേലിലുണ്ടല്ലേ. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയും എന്താ, ഞങ്ങൾക്ക് ആകാശത്തുനിന്ന് ഒരു വേദഗ്രന്ഥം കൊണ്ടുപോയോ, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഞങ്ങളുടെ പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെയായിരുന്നു, ഒന്നിച്ചൊരു വേദഗ്രന്ഥമായിട്ടാണ് കിട്ടിയത്. അതുപോലെ കണ്ടാലാണ് ആ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതാൻ വേണം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് എഴുതാൻ വേണം. അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ അള്ളാഹു പറയാണ് ഇവർക്ക് ഇതിനു മുമ്പ് ഇതിനേലും കുരുത്തക്കേടുകളൊക്കെ ഇവര് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അള്ളാഹു പുറത്തു കൊടുത്തോണ്ടാണ് അവരിപ്പോഴും ഈ ചോദ്യം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തത് അല്ലെ. അവര് ചെയ്ത ഓരോ അക്രമങ്ങളും അള്ളാഹു വിവരിച്ചു കൊടുക്കുകയാണ്. എന്താണ്? അവർക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവര് ചോദിച്ചു, ഞങ്ങൾക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര്. പിന്നെ പറഞ്ഞു എന്താ, പശുക്കുട്ടീനെ ആരാധിച്ചവരാണ് അവരല്ലേ. അവര് കടല് പിളർന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളാണ്. ഒരു വടി കൊണ്ട് അടിക്കുമ്പോഴത്തേനും കടല് പിളർന്ന ഒരു സാധാരണ സംഭവമാണോ? അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവര് നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേനും പറഞ്ഞെന്താ, ഞങ്ങൾക്ക് ഒരു പശുക്കുട്ടീനെ ആരാധിക്കാൻ വേണമെന്ന്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങിക്കാനായിട്ട് മലയിൽ പോയപ്പോ, സീനാ പർവ്വതത്തിൽ പോയ ആ തക്കത്തിനാണ് ഇവിടെ സാമിരി പശുക്കുട്ടീനെ ഉണ്ടാക്കി ഇവരെല്ലാരും കൂടി ഭജനം ഇരുന്നത് അതിനു ചുറ്റും. പിന്നെ അള്ളാഹു പറഞ്ഞെന്താ, ശബത്തിന്റെ ദിവസം, ശനിയാഴ്ച ദിവസം അവരോട് വേറെ ജോലിയൊന്നും ചെയ്യരുത്, ആരാധനയ്ക്ക് മാത്രം ഉപയോഗിക്കണം, ബാക്കി ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ അവരെന്താ ചെയ്തത്? അന്നാണെങ്കിൽ ചാകര, അവര് പോയി മീൻ പിടിക്കാൻ പോയി അല്ലെ. വല കെട്ടി വെച്ച്, തലേന്ന് വല കെട്ടി വെച്ച് ആ മീൻ പിടിച്ചു. അപ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടി, എന്നിട്ടും അള്ളാഹു പുറത്തു കൊടുത്തു അല്ലെ. കുരങ്ങുകളാക്കിയ സംഭവമൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചതാണ്. പിന്നെ അള്ളാഹു തൗറാത്ത് കൊടുത്തപ്പോ ഈ തൂർ പർവ്വതത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവരിൽ നിന്നും കരാറ് വാങ്ങിച്ചത്, ഇത് തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോളാന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടും അതൊക്കെ അവര് തെറ്റിച്ചു. അത് മാത്രല്ല ചെയ്തത്, ഈ തൗറാത്തിനെ അവിശ്വസിക്കുക മാത്രല്ല ചെയ്തത്, അമ്പിയാക്കളെ ഒക്കെ ഒരു ന്യായവും ഇല്ലാണ്ട് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവരതിന് പറയണ ന്യായം ഇതാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറയിടപ്പെട്ടതാണ്, അത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടതാണ്, അത് ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലത്, ഇനി പുതുതൊന്നും ഇതിൽ കയറൂല, ഞങ്ങളുടെ ഉള്ള കാരണം ഞങ്ങൾ ചെയ്യണൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്നാണ് അവര് പറയണത്. പക്ഷെ ഇപ്പൊ അള്ളാഹു ഇവിടെ പറഞ്ഞതൊന്നും അല്ല, അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു സീല് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ കുരുത്തക്കേടൊക്കെ കാണിക്കണ കാരണം അള്ളാഹു അവിടെ സീല് വെച്ചു. അതുകൊണ്ടാണ് അവരിൽ അധികം ആളുകൾ വിശ്വസിക്കാത്തത് എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ. പിന്നെന്താ, ഇത് മാത്രമാണ് അവർ ചെയ്തത്. മറിയം അലൈഹി ഇസ്ലാമിന്റെ നേരെ അവര് കള്ളാരോപണം കെട്ടിച്ചമച്ച് ഉണ്ടാക്കുക ചെയ്തത്. മറിയം അലൈഹി ഇസ്ലാമിനെ ഇവർക്ക് ചെറുപ്പത്തിലേ തൊട്ടറിയാം, നല്ലൊരു കുടുംബത്തിൽ വളർന്ന കുട്ടിയാണ്. ബൈത്തുൽ മുഖദ്ദസില് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ അവിടെ മെഹ്റാബിൽ കഴിഞ്ഞിരുന്ന കുട്ടിയാണ് മറിയം അലൈഹി ഇസ്ലാം. എന്നിട്ട് ഗർഭിണിയായപ്പോ ഇവരെന്താ പറഞ്ഞത്? ഇവരെല്ലാരും കൂടി ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. തൊട്ടിലിൽ കിടന്ന കുട്ടി സംസാരിച്ചു, ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിലിൽ കിടന്നാണ് സംസാരിച്ചത്. അതൊക്കെ അവർക്ക് തെളിവായിട്ടുണ്ടായിട്ടും അവര് ഏറ്റവും വലിയ കള്ളാരോപണമാണ് മറിയം അലൈഹി സ്വലാമിന്റെ മേൽ കെട്ടിച്ചമച്ചത്.
പിന്നെ എന്നിട്ട് അവരെ പറഞ്ഞ എന്താ, അവര് അഹങ്കാരത്തോടു കൂടി പറയാണ് മറിയമിന്റെ പുത്രനായ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയണം. അവര് അള്ളാഹുവിന്റെ റസൂൽ എന്ന് അവര് അംഗീകരിച്ചിട്ടില്ല. ആ റസൂലിന്ന് പറയണ മറിയമിന്റെ പുത്രനെ ഞങ്ങൾ കൊന്നു കളഞ്ഞു എന്നാണ് അവര് പറയുന്നത്. പക്ഷെ അള്ളാഹു പറഞ്ഞു അവര് കൊന്നിട്ടും ഇല്ല, ക്രൂശിച്ചിട്ടും ഇല്ല. അവർക്ക് സദൃശ്യമായി തോന്നിയതാണ്, അവർക്ക് തിരിച്ചറിയപ്പെടാതെ പോയതാണ്. വേറെ അതുപോലെ സാദൃശ്യമുള്ള വേറൊരാളെയാണ് അവർ വധിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞു എന്താ, അള്ളാഹു പറഞ്ഞു അവർ ഇപ്പോഴും ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ സംശയത്തിലാണ് അവരുടെ ഇടയിൽ. അവർക്ക് ഒരു അറിവുമില്ല ഈസാ നബിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു അറിവുമില്ല. അവർ വെറുതെ ഊഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പലരും പലതരത്തിലാണ് ഊഹിക്കുകയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു തീർച്ചയായിട്ടും അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞവരാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണല്ലേ അള്ളാഹു ഇത് വെളിപ്പെടുത്തണത്, ഈസാ നബി അലൈഹി സ്വലാമിന് എന്താ പറ്റിയെന്നുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു അവിടെ അജയ്യനാണ്. ആരെന്ത് കുതന്ത്രം പ്രവർത്തിച്ചാലും അതൊന്നും അള്ളാഹുവിന്റെ അടുത്ത് നടക്കൂല. അള്ളാഹു അസീസാണ്, അജയ്യനാണ്, ഹക്കീമ അഗാധജ്ഞനുമാണ്, എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ പറഞ്ഞ കിയാമത്ത് നാളില് ഈ വേദക്കാർക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഉണ്ടാവും. ഈ വേദക്കാര് അദ്ദേഹത്തിൽ വിശ്വസിക്കാണ്ട്, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാണ്ട് ഇവിടുന്ന് ആരും മരണപ്പെട്ടു പോകൂല. അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മരണത്തിന് മുമ്പ് തന്നെ ഇവർക്ക് ആരാണ് ഈസാ നബി അലൈഹി സ്വലാം എന്ന് കൃത്യമായി മനസ്സിലാവും എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ ഇവർക്ക് ഈ യഹൂദികളുടെ അക്രമം കാരണവും അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ വരുന്ന ആളുകളെ വഴിതെറ്റിക്കുന്നതൊക്കെ കാരണം അള്ളാഹു അവർക്ക് ഹലാലാക്കിയിരുന്ന നല്ല വസ്തുക്കളെയൊക്കെ ഹറാമാക്കി. അവിടെ പറയണത് എന്താ വെച്ചാല് അള്ളാഹു പറഞ്ഞു എന്താ, കൊഴുപ്പടങ്ങിയ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവർക്ക്. പിന്നെന്താ, നഖമുള്ള ജീവികളുടെ മാംസം കഴിക്കാൻ പാടില്ല. കൊഴുപ്പില്ലാത്ത മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ബീഫാണേലും മട്ടനാണേലും ഒക്കെ എന്തായാലൊക്കെ കൊഴുപ്പുണ്ടല്ലേ. അപ്പൊ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അവര് അങ്ങനെ ഒരു നിയമങ്ങളൊക്കെ വെച്ചത്. അപ്പൊ അള്ളാഹു പറയണം അവർക്ക് അനുവദനീയമായിരുന്നു അതെല്ലാം, നല്ല വസ്തുക്കളുമായിരുന്നു. അവരുടെ അക്രമം കാരണം അള്ളാഹു അതൊക്കെ അവർക്ക് നിഷിദ്ധാക്കി എന്ന് പറഞ്ഞു. പിന്നെന്താ, അവരുടെ അക്രമങ്ങൾ പിന്നെന്തൊക്കെയാ പറഞ്ഞത്, അവര് പലിശ അവർക്ക് വിരോധിച്ച കാര്യമായിരുന്നു. പക്ഷെ അവർ പലിശ വാങ്ങിക്കാറുണ്ടായിരുന്നു. ജനങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി സാമർത്ഥ്യം കാണിച്ചിട്ട് തട്ടിയെടുക്കാറുണ്ടായിരുന്നു അവര്. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇതൊക്കെ നിഷിദ്ധാക്കിയത്. ഇനി അത് മാത്രമല്ല അവർക്ക് കിട്ടാൻ പോണ ശിക്ഷ, ഇനി പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേദനയേറിയ ശിക്ഷ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊരു താക്കീതും ഇവിടെ നൽകുന്നുണ്ട് അല്ലെ. പിന്നെ പറഞ്ഞു ഈ വേദക്കാരെല്ലാവരും ഇങ്ങനെയല്ല. അവരിൽ നല്ല ആൾക്കാരുണ്ട്, അറിവിൽ അടിയുറച്ച ആളുകളുണ്ട്. അവരെന്താ ചെയ്യാ, അവര് വിശ്വസിക്കും, അവർക്ക് കിട്ടിയ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കും. അത് കഴിഞ്ഞ് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കും. അവര് നമസ്കാരം കൃത്യമായി നിലനിർത്തും, സകാത്ത് കൃത്യമായി കൊടുക്കും, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് അവര്. അവർക്ക് അള്ളാഹു അവിടെ വമ്പിച്ച പ്രതിഫലം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അള്ളാഹു പറഞ്ഞുതരാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഓഡിയോ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.